ഇത് ഇത്രേ ഉള്ളൂ, വളരെ ചെറുത്. കണ്ടതാ, ശരിക്കും തനി നാടൻ. ഇത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അടിപൊളിയല്ലേ, സൂപ്പർ. ഈ കാണുന്ന ഭാഗം മൊത്തം കറുത്താണ്, ചുണ്ട് കറുത്തതാണ്, കാല് കറുത്തതാണ്. എന്റെ കയ്യിലിരിക്കുന്ന വെറും 1 വയസ്സുള്ള ഏകദേശം 2 കിലോ തൂക്കമുള്ള സൊണാലി പൂവൻകോഴി ആട്ടാ. എങ്ങനെ നോക്കി, അടിപൊളിയല്ലേ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 4 തരത്തിലുള്ള അടിപൊളി പ്രത്യേകിച്ച് നാടൻ കോഴികളുള്ള ഒരു ഫാമിലാണ്. പ്രത്യേകിച്ച് നല്ലൊരു അന്തരീക്ഷം കേട്ടോ. ഇവരിവിടെ ശരിക്കും അഴിച്ചു വിട്ട വളർത്തണേ. ഞാൻ ഇപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ നാടൻ കോഴികൾക്കുള്ള ഈ ഫാമിലെ ബെല്ലാണ് കേട്ടത്. ഇപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കാൻ പോണ്. ഇപ്പോൾ കണ്ടോട്ടാ, ഒരു പട പോലെയായിരിക്കും വരാൻ പോണത്. അതാ കണ്ടതാ, എൻ്റെ കയ്യിലിരിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരവ് കണ്ടിട്ട് അടിപൊളിതാ. ഓ, ഭയങ്കര ധൃതിയാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ തീറ്റ കൊടുക്കുന്ന ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഈ ചേട്ടൻ്റെ പേരെന്താ? പേര് മാർട്ടി. നമ്മുടെ സ്ഥലം ഏതാ? സ്ഥലം അങ്കമാലി മഞ്ഞപ്ര. ഇപ്പോൾ ചെറിയൊരു ഫാം സെറ്റപ്പ് ആണല്ലോ അവിടെ. ചെറിയ ഫാം സെറ്റപ്പ്. ഫാം സെറ്റപ്പ് ഞാൻ ശരിക്കും അഴിച്ചു വിട്ട് വളർത്താം. ഞാൻ അഴിച്ചിട്ട് വളർത്തണം. ഈ കണ്ട വെള്ള കോഴിനെ എടുക്കാവോ? ഇത് അങ്ങനെ പിടിക്കാൻ കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടല്ലേ? സംശയമുണ്ട്. ഒന്ന് കിട്ടി. ഇത് സൊണാലി പൂവാനാട്ടോ. അതിന്റെ പെടയുണ്ട്. ഇല്ല റിലാക്സ്. കാണുന്ന പൂവൻ കോഴിക്ക് എത്രത്തോളം പ്രായം ഉണ്ടാവും? ഇത് 1 വയസ്സായിട്ടുണ്ട്. 10 വയസ്സായിട്ടുള്ളേ. കൊള്ളാം, അടിപൊളി അല്ലേ, സൂപ്പർ. പിന്നെ ഇത് ഗോൾഡ് ഉണ്ട്. ഗോൾഡ് ഇച്ചിരി മുമ്പ് ഞാൻ പിടിച്ചത്. അതായത് ഗോൾഡ് അത് പിന്നെ വൈറ്റ് അപ്പഴുണ്ടോ ഗോൾഡ് അല്ലേ? ഇത് മൊത്തം സൊണാലി. ഇത് ഇതിനെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചോട്ടെ. മിക്കവാറും ഒരു 3/4 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ വെയിറ്റ്. അത്ര നമ്മുടെ നാടൻ ടൈപ്പ് തന്നെയാണ് സൊണാലി. ആണല്ലേ? നാടൻ കോഴി. ഫുഡും നാടൻ കോഴിയുടെ തന്നെ നമ്മൾ കൊടുക്കണം. സാധാരണ നമ്മൾ കോഴികളൊക്കെ ഇപ്പൊ കേരളത്തിൽ മിക്കവരും വളർത്തുന്നത് ഒരു ഷെഡ് കെട്ടിയിട്ട് അതിനകത്ത്. പക്ഷെ ഇവർ അഴിച്ചു വിട്ട വളർത്തണം. അതാ പൊക്ക 4 തരം ഉണ്ട് തോന്നുന്നു. ഈ 4 തരത്തിൽ ഏതൊക്കെ ഉണ്ട് ചേട്ടാ? ഇനി നമ്മുടെ നാടൻ കോഴി കുഞ്ഞുങ്ങളുണ്ട്. തനിനാടൻ. ഇത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ പൊരുന്തി മുട്ടയിട്ട് പൊരുന്ന ടൈപ്പ്. ഇത് മുട്ടയിട്ട് 360 കണ്ടിന്യൂസ് ആയിട്ട് മുട്ടയിടും, പൊരുന്നില്ല സൊണാലി. ഇത് അത് മുട്ടയിടും. ഇവർക്ക് നിസ്സാര തീറ്റ കൊടുത്താൽ മതി. ഈ കാണുന്ന കോഴികൾക്ക് എന്തോരം പ്രായം ഉണ്ടാവും ചേട്ടാ? എല്ലാനും ഓരോ വയസ്സ് പ്രായമുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഈ കാണുന്ന കോഴികൾ ഇവിടെ തന്നെ ഉണ്ടായതാണോ? ഞങ്ങൾ കുഞ്ഞുങ്ങളെ മേടിച്ചതാ. ഡേ ഓൾഡ് ആയിരിക്കും. ഒരു ദിവസത്തെ കുഞ്ഞുങ്ങളെ മേടിച്ച് ഞങ്ങൾ ഇവിടെ ചെയ്യണേ. ഓ, അങ്ങനെയാണല്ലേ? നാടൻ കോഴി കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ശരിക്കും നമ്മളിങ്ങനെ വളർത്തുന്നതിന്റെ ഒരു പർപ്പസ് എന്താ? വിൽപ്പനയാണോ? നമ്മള് വിൽപ്പന. ഇപ്പൊ നമ്മുടെ നാടൻ കോഴിന് ഇപ്പൊ വിൽപ്പന. ഇത് മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പൊ കൊത്തുമുട്ടയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടത് 2 പൂവന്മാരെയാണ്. ഈ കാണുന്നത് ഒരു പെടയാണ്. ആള് മുട്ട ഇടുന്നതാണ്. ഇത് മുട്ടയിടുന്നതാ. എത്ര വയസ്സുണ്ടോ? 1 വയസ്സ്. ഈ പറഞ്ഞ മുട്ട ഇടാന്ന് പറയുമ്പോ നന്നായിട്ട് തീറ്റ കൊടുക്കണം, ഭയങ്കര എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് തീറ്റ നമ്മള് കയ്യിൽ ഫുഡ് നിസ്സാര ഫുഡ് കൊടുത്താൽ. ഇപ്പൊ ഇവിടെ എന്താ തീറ്റ കൊടുക്കണം? ഇപ്പൊ ഞങ്ങള് ചോളത്തവിട്, മുട്ടക്കോഴി തീറ്റ ആണല്ലേ? അങ്ങനെ പേടിച്ചിട്ടുണ്ട്. അരി അങ്ങനെ സാധനം കിട്ടുകൊടുത്താൽ എന്ത് നാടൻ കോഴി കൊടുക്കുന്ന തീറ്റ തന്നെ. അതായത് നാടൻ കോഴിനെ എങ്ങനെ വളർത്താവോ അതേപോലെ വളർത്താം. പിന്നെ പൊരുന്തി ഇരിക്കില്ല. അതുകൊണ്ട് എന്താ പറയാ, മുട്ട ഇട്ടോണ്ടേ ഇരിക്കും. 360 ദിവസം മുട്ടയിടും. കുഞ്ഞു ചെറിയ മുട്ട ഞങ്ങൾ കാണിച്ചിട്ടാ മതി. ഇത്രേ ഉള്ളൂ, വളരെ ചെറുത്. കണ്ടതാ, ഇത്രേ ഉള്ളൂ. സാധാരണ നമ്മുടെ കോഴിമുട്ടയുടെ ഒക്കെ പകുതി ഉള്ളൂ കേട്ടോ ശരിക്കും നാടൻ മുട്ട അല്ലേ? നാടൻ മുട്ട അടിപൊളിതാ. ഈ കാണാണ്ട അടിപൊളിത്. മിക്കവാറും ഈ ഒരു 2 മുട്ട ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു താറാമുട്ട വലിപ്പം ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നിലവിൽ കൊത്തുമുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു 15 രൂപ റേറ്റിന് കൊടുക്കണം. കൂടുതൽ കാണി 10 രൂപ റേഞ്ചിലൊക്കെ 30-40 എടുക്കുകയാണെങ്കിൽ ശരി ഒരു 10 രൂപ റേറ്റിൽ നമ്മൾ കൊടുക്കും. ഇത് നമ്മളൊരു നാടൻ കോഴിക്ക് സൊണാലിയിലെ മുട്ട വെച്ചാൽ സംഭവം നാടൻ കോഴിയല്ലേ? ഇത് നാടൻ കോഴി. ഇത് സൊണാലി മുട്ട വെച്ചോളൂ, അട വെച്ചോളൂ. എത്ര വെച്ചാ? ഇത് 11 മുട്ട. 11 മുട്ടയും കൊത്തിയുണ്ട്. കൊത്തിയുണ്ടല്ലേ? കൊത്തിയെന്ന് ചുണ്ടുകൊണ്ട് കൊത്തി വെച്ചിട്ടുണ്ട്. ശരി. അതായത് വിരിയാൻ സാധ്യതയുണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വളർത്തിരുന്ന നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു. അയ്യോ, അവര് തുറക്കാൻ വേണ്ടി കിറ്റികൾ കയറിക്കോട്ടാ, ഇല്ലെങ്കിൽ അവന്മാര് ഓടിക്കളയും. നോക്കി വാ, നോക്കി ഇച്ചിരി കറുപ്പ് കൂടിയതാണല്ലോ അല്ലേ? ഈ കാണാൻ എല്ലാം നാടൻ കോഴി. തനി നാടൻ. ഞാനൊന്ന് പിടിച്ചോട്ടെ. വെറൈറ്റി ഉണ്ട്. ഓ, നോക്കി സൂപ്പർ അല്ലേ? നോക്കിയേ, ശരിക്കും തനി നാടൻ. ഇത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ കോഴിനെ വളർത്തിയിരുന്നതാ. ഇതിപ്പോ എത്ര മാസമാണ് കേട്ടോ? ഇതിപ്പോ 2.5 മാസത്തെ കുഞ്ഞുങ്ങളാണ്. വിൽക്കാനുള്ളതാണോ? ഇത് വിൽക്കാനുള്ള കുഞ്ഞുങ്ങളാണ്. ഇത് വിൽക്കാനുള്ള കുഞ്ഞുങ്ങളാണ്. അടിപൊളിട്ടതാ. നിങ്ങൾക്ക് 2.5 മാസമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരാട്ടോ. നല്ല അടിപൊളി. ഇത് കാപ്പിരി. കാപ്പിരി. അപ്പൊ ഇതിനകത്ത് തന്നെ കുറച്ച് വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. ഇതേതാ? ഇത് തൊപ്പിത്തലിച്ചി. ഇത് വെറൈറ്റി സാധനം. ഇത് തൊപ്പിത്തലിച്ചി ആണെങ്കിൽ ഇതാ ഈ തൊപ്പി വെക്കാളുടെ അടിപൊളി ചാര കളർ. ഈ ചാര
ഇതൊക്കെ നമ്മൾ ശരിക്കും ഒരു പ്രാവിന്റെ ഒക്കെ ഒരു ഇതുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി അല്ലേ? ഇങ്ങനെ അപൂർവം കിട്ടുള്ളൂ. അതെ അതെ അതെ. ഇത് നമ്മൾ ഓർഡർ അനുസരിച്ച് കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ഇവരിവിടെ ചെയ്യുന്നത് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ 2.5 മാസമായ വാക്സിനേഷൻ എല്ലാം കൊടുത്ത് എല്ലാം റെഡിയാക്കിയതാണ്. റെഡിയാക്കിയാണ്. അപ്പൊ ഇനി കൊണ്ടുപോയി വളർത്തിയാൽ മതി. ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി വളർത്തിയാൽ മതി. ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുന്ന സാധനം. ഇതിപ്പോ എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ? ഇവിടെ ഞങ്ങൾക്ക് ഒരു 10-200 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കൊരു 100 കുഞ്ഞുങ്ങളുണ്ടാവും. ഇപ്പൊ 100 കുഞ്ഞുങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ 100 കുഞ്ഞുങ്ങൾ റെഡിയാണ് വാങ്ങാൻ കേട്ടോ. ഇപ്പൊ ഇനി കാണാൻ പോകുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ മറ്റൊരു കോഴിയാണ്. ഇത് നാടൻ കോഴി തന്നെയാണ്. നാടൻ കോഴി തന്നെ നമ്മുടെ ഒരു വെറൈറ്റി തൊപ്പി നല്ല ഇതായിട്ട്. ഇങ്ങനെ ഒരു 3 മാസം മേളിൽ പ്രായം. ഇത് 3 മാസമായിട്ടുണ്ട്. കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്. ഇതിപ്പോ 2 മാസം കഴിഞ്ഞ് മുട്ടയിടും. മുട്ടയിടും. അടിപൊളി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കോഴിനെ വാങ്ങിച്ചാൽ 2 മാസം കഴിഞ്ഞാൽ മുട്ട ഇട്ട് കൊടുക്കും. ഇതൊരു 10-12 മുട്ടയിടും. 12 മുട്ട ഇട്ട് കഴിയുമ്പോൾ പൊരുത്തും. അങ്ങനെ അട വെച്ച് വിരിയിക്കുക. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കിട്ടും. നല്ലൊരു ഇത് നമ്മളൊരു നാടൻ കോഴി തന്നെ വെറൈറ്റി. ഇതൊക്കെ വെറൈറ്റി കോഴികളാണ്. ഇതിങ്ങൾക്ക് അസുഖം ഉണ്ടാവില്ല. ഇതിങ്ങൾക്ക് അസുഖങ്ങൾ അപൂർവം ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ കോഴികൾക്കെല്ലാം വാക്സിനേഷൻ കൊടുത്ത് റെഡിയാക്കി നിർത്തിയേക്കണം കേട്ടോ. അതുകൊണ്ട് യാതൊരു വിഷയവും ഉണ്ടാവില്ല. ഇതായാലും മുട്ടയിട്ട് പൊരുത്തും ആണല്ലേ? അതായത് ആ ഒരു കാപ്പിരി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കരിങ്കോഴിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പ്രശസ്തമായിട്ടുള്ള കരിങ്കോഴി. തീറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ നോക്കി തെറ്റാണല്ലേ? അടിപൊളി. അവരുടെ ആ ഒരു തീറ്റയിലുള്ള ഒരു ആക്രമണം നോക്കി ഒരു ഇത് കണ്ടോ. ശരിക്കും ഏതൊരു ജീവിക്കും നല്ല ആരോഗ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ചയായിട്ട് കാണുന്നത്. അതായത് തീറ്റിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ തീറ്റയോടുള്ള റെസ്പോണ്ട് കണ്ടോ. അവർക്ക് ആ തീറ്റ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഇത് കാണിക്കുന്നത്. അതാണ് ശരിക്കും തന്നെ ആരോഗ്യമുണ്ട് എന്ന് തെളിയിക്കുന്നത് കേട്ടോ. ഇത് ഒരെണ്ണത്തെ ഒന്ന് കൈയെടുക്കാം അവിടെ. ഇല്ല അച്ഛനടുത്ത് നിങ്ങൾ വന്നു. ഇത് പൂവനാട്ടോ. ആളിതാ കാണുന്നത് ചെറിയ പൂവൊക്കെ ഉണ്ട്. ആള് പൂവനാണ്. എത്ര മാസം പ്രായം? ഇതും 2.5 മാസം. 2.5 മാസം ഉള്ളൂ. ഇതിപ്പോ കരിങ്കോഴിയുടെ ലക്ഷണങ്ങൾ സാധാരണയായിട്ട് കാണിക്കാറുള്ളതൊക്കെ ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഈ കാണുന്ന ഭാഗം മൊത്തം കറുത്താണ്. ചുണ്ട് കറുത്തതാണ്, കാല് കറുത്തതാണ്. ഇനി ഇവിടെ ഉള്ള ഭാഗങ്ങൾ കണ്ടതാ, സ്കിന്ന് ഇതൊക്കെ കറുത്തതാണ്. ഫുൾ കറുപ്പായിരിക്കും അല്ലെ? ഇത് നല്ല ഔഷധ ഗുണമുള്ള കോഴിയാണ്. ആയുർവേദത്തിലൊക്കെ ഇത് നല്ല ഔഷധമുള്ള ഒരു കോഴി എന്ന് അറിയപ്പെടും. ഈ കാണുന്ന പെടയാണ് കേട്ടോ. ഇതിന് പൂവ് ചെറുതാ കണ്ട. നോക്കിയേ, ഇതേ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇതിനുണ്ട് കണ്ട. കൊള്ളാം. കയറി പിടിക്കുമ്പോൾ തന്നെ അവർ കിടന്ന് പിടയ്ക്കുന്ന ആ ഒരു പിടപ്പ് കാണാൻ പറയാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ കരിങ്കോഴിൽ പല വിധത്തിലുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ക്രോസ് ആയതിൻ്റെ അതൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പേരുണ്ട്. എന്നിട്ട് കടക്ക്നാഥ് അല്ലേ? ശരി, കടക്ക്നാഥ് അതാണ് ഒറിജിനൽ ബ്രീഡ് അല്ലേ? കടക്ക്നാഥ്. ഈ കാണുന്ന കരിങ്കോഴിൽ ഇപ്പൊ എത്ര എണ്ണം കേട്ടോ? ഇത് നമുക്കൊരു 10-100 ഉണ്ട്. 100 എണ്ണം ഉണ്ടാവും. ഇപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഈ 100 എണ്ണം കൊടുക്കാൻ ഉണ്ടാവും. നമ്മുടെ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇതിന് 2 മാസം പ്രായമുള്ളൂ. എത്ര മാസം ആകുമ്പോൾ മുട്ട? ഇത് ഇനി 3 മാസം കഴിഞ്ഞാൽ മുട്ടയിടും. ഇപ്പൊ 2-3 മാസം അപ്പൊ 5 മാസം അല്ലേ? 5 മാസം. 5 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ മുട്ടയിടും. പിന്നെ പൊരുന്നില്ല. മുട്ടയിട്ടോണ്ടേയിരിക്കും. ഈ പറയുന്ന കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് നല്ല വില കിട്ടും മാർക്കറ്റിൽ അല്ലേ? സാധാരണ ഈ കോഴിനെ വളർത്തുമ്പോ ഭയങ്കര ചെലവ്. നമുക്ക് അതൊക്കെ ആൾക്കാർ വേറെ പറയുന്നതാണ്. നമ്മള് വീട്ടിലെ വേസ്റ്റും വീട്ടിലെ വേസ്റ്റ് പറയുമ്പോൾ മറ്റേ ഫുഡിന്റെ വേസ്റ്റ്, പിന്നെ ഈ നിങ്ങൾ പുറത്ത് കഴിച്ചിടുമ്പോ വല്ല പുല്ലോ. ഈ കാണുന്ന വാഴയില കൊടുക്കണ്ട. അതണ്ടാ ഇങ്ങനെ വാഴയില അങ്ങനെ കെട്ടിട്ട് കൊടുത്താ ഇത് കണ്ട ഇതുപോലെ അവർ കൊത്തി തിന്നോളും. പിന്നെ മരുന്ന് കണ്ടിന്യൂ, അതായത് മരുന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ സ്റ്റോറിൽ മേരയുടെ ഒരു മരുന്നുണ്ട്. അത് പറഞ്ഞേ കിട്ടും. അതൊരു 20-21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അങ്ങനെ അല്ലേ? ഈ പറയുന്ന ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ് വാങ്ങുന്നത്. അത് എവിടെ നിന്നാണ് വാങ്ങുന്നത്? നമ്മള് മേടിക്കുന്നത് മണ്ണോത്തിൽ നിന്നാണ്. മണ്ണോത്തിൽ നമ്മള് ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്ന് തന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്ത് വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തവർ തന്നെ നമുക്ക്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും 2 മാസത്തെ വാക്സിനേഷൻ എടുക്കണം. ഇത് നമുക്ക് ചിന്തിക്കാന്നുള്ളത് നാടൻ കോഴികളും ബ്രോയിൽ കോഴിയായിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ ഒരുപാട് ഈ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രോയിൽ കോഴി രണ്ടും വ്യത്യാസം. അതായത് നാടൻ കോഴിക്ക് ടേസ്റ്റ് കൂടുതലാണ്, അവരുടെ മുട്ടയ്ക്കും ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് അസുഖങ്ങളും കുറവായിരിക്കും നാടൻ കോഴികൾക്ക്. ശരി. പിന്നെ ഇവര് നാടൻ കോഴി എന്ന് പറഞ്ഞാൽ മുട്ടയിട്ട് പൊരുന്തി ഇവര് എന്റെ കുഞ്ഞുങ്ങളെ വരെ നോക്കി. ഈ പറയുന്ന ഈ നാടൻ കോഴി വളർത്തി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? നമ്മള് തുടങ്ങിയിട്ട് ഇപ്പൊ 5 വർഷമായി. 5 വർഷമായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ഇവിടെ ആളുകൾ വന്ന് വാങ്ങിക്കുന്നത്. ഇവിടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മള് ഫുൾ ടൈം ആൾക്കാർ വരും. വലിയ കോഴിന് കൊടുക്കും, ചെറുതിന് കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും. ശരിക്കും പഴയ തലമുറയുടെ ആരോഗ്യ രഹസ്യം എന്ന് പറയുന്നത് തന്നെ ശരിക്കും നാടൻ കോഴിയൊക്കെയാണ്. നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ശരിക്കും അത് കഴിക്കുന്നില്ല. മുട്ടയായാലും നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഞങ്ങൾ വിൽപ്പന ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കണം. അപ്പൊ നാടൻ കോഴി പ്രത്യേകിച്ച് 4 തരം അല്ലെ? പ്രത്യേകിച്ച് 4 തരം. അതിൽ കരിങ്കോഴി ഉണ്ട്, സൊണാലി ഉണ്ട്, പിന്നെ നമ്മുടെ നാടൻ കോഴി തന്നെ 1-2 തരത്തിലുള്ള കൈരളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കാം. കോഴീനെ വേണ്ടതെങ്കിൽ നമുക്ക് കൊത്തുമുട്ട വേണമെങ്കിൽ കൊത്തുമുട്ടയും വാങ്ങിക്കാം.
പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ വന്ന് വാങ്ങിക്കണം. കാരണം ഇവിടെ നിന്ന് അയച്ചു തരാനുള്ള ഇപ്പം അതിനുള്ള ഓപ്ഷൻ ഇല്ല. ബിസിനസ്സൊക്കെ ഒന്ന് എക്സ്പാൻഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആവൂലേ. നമ്മുടെ ഈ ലൊക്കേഷൻ വന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ മഞ്ഞപ്ര, ഇത് അങ്കമാലിക്ക് അടുത്ത് മഞ്ഞപ്രയിലാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.